സംഗീത സഞ്ചാരി സംഗീത സഞ്ചാരി സംഗീത സഞ്ചാരി. സഞ്ചാരി സംഗീത സഞ്ചാരി സംഗീത സഞ്ചാരി. നമസ്കാരം. സംഗീത സഞ്ചാരിയിൽ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തുന്നത് ക്യാപ്റ്റൻ കൃഷ്ണൻ സാറാണ്. ഇന്നത്തെ വിഷയം കോൽക്കളിപ്പാട്ട്. അതായത് വടക്കേ മലബാറിൽ വളരെ പ്രശസ്തി ആർജിച്ച ഒരു കലാരൂപമാണ് കോൽക്കളിപ്പാട്ട്. അതിൻ്റെ ഗുരുനാഥനാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. സാറ് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കും. സാറ് സംഗീത സഞ്ചാരിയിലേക്ക് സ്വാഗതം. സാറിന് കോൽക്കളി പാട്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഓർമ്മ വരുന്നത്, എന്തൊക്കെയാണ് പറയുന്നത്? വടക്കൻ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട കളികളിൽ രണ്ടെണ്ണത്തിനെ പറഞ്ഞു, ഇന്നലെ പറഞ്ഞു പൂരക്കളിയുണ്ട്. അതേമാതിരി അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോൽക്കളി ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളൊക്കെ ചെറുതായിരിക്കുന്ന കാലത്ത് എല്ലാ സ്കൂളുകളിലും വാർഷികോത്സവത്തിൻ്റെ ഒരു ഐറ്റമാണ് ഈ കോൽക്കളി എന്ന് പറയുന്നത്. കോൽക്കളിയിൽ ഒരു ടീം ഉണ്ടാകുമ്പോൾ 12 പീപ്പിൾ, 12 ആൾക്കാരായിരിക്കും സാധാരണ ഒരു ടീം ഉണ്ടാവുക. അതിലോരോ പേർ 6 പേരിനെ ആദ്യം സെലക്ട് ചെയ്ത് ഒരു പേരായിട്ട് തന്നെ കളിക്കുക. കാരണം കളിയുടെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ഇവരുടെ ആക്ഷനിലും ഓരോ ഇതുണ്ട്. ആ പേരിന് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഓരോ ആക്ഷൻ ഉണ്ട്. പേരിനെ വിട്ട് അടുത്ത പേരിനെ ഇങ്ങനെ ചുറ്റി വരുന്ന മറ്റൊരു ഇതൊക്കെ തരത്തിലുണ്ട്. പൊതുവേ കോൽക്കളിയിൽ നമ്മൾ പ്രദർശിപ്പിക്കുന്നത് 5 തരം കളികളാണ്. ഒന്ന് വട്ടക്കോൽ എന്ന് പറയും. വട്ടക്കോൽ എന്ന് പറഞ്ഞാൽ സിംപിളി കോലുകൊണ്ട് അടുത്തുള്ള ആൾക്കാരെ ഒരു പ്രാവശ്യം മേലെ മുട്ടുക, 2 ആൾക്കാർ മുട്ടുക, പിന്നെ താഴത്തെ മുട്ടി എഗെയിൻ ഇവരെ മുട്ടി. അപ്പോൾ ഇങ്ങനെ വട്ടത്തിലുള്ള ഒരു ആക്ഷൻ മാത്രമേ അതിലുണ്ടാവും. പക്ഷെ ആ കോല് മുട്ടുന്ന ഒച്ച എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഇമ്പമുള്ളതാണ് ആ ഇത് കേൾക്കാൻ വേണ്ടിയിട്ട്. അത് മേലോട്ട് കൊണ്ടുപോകുമ്പോൾ ആൾക്കാർ ചില സ്പെഷ്യൽ ആക്ഷനൊക്കെ കാണിക്കും. ദാറ്റ് ക്വിക്ക്നെസ്. കാരണം ആ ടൈമിന് ഒരു മാച്ചായിട്ട് താഴത്തോട്ടും വരണം അടുത്ത ആൾക്കാർ വരുമ്പോൾ. അത് ചില ആൾക്കാരുടെ പ്രത്യേക ഒരു കഴിവാണ്. അതിന് സ്പീഡപ്പ് ചെയ്തിട്ട് ആദ്യത്തേത് വട്ടക്കോൽ. വട്ടക്കോല് കഴിഞ്ഞാൽ രണ്ടാമത്തേത് വരുന്നതാണ് ചാഞ്ഞുകളി. ചാഞ്ഞുകളി എന്നാ പറയുക. എല്ലാ കളിയും ഇരുന്നിട്ടുള്ളതാണെന്നുള്ള ഓർമ്മമാണ്. അപ്പോൾ ഇത്ര നേരം ഇരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ദർ ഈസ് റിക്വയർഡ് എ വെരി ഗുഡ് പ്രാക്ടീസ് ടു സിറ്റ് ഫോർ ദാറ്റ് ലോങ് ടൈം ഓൺ യുവർ ദാറ്റ് പഞ്ച. ഈ കാലിൻ്റെ മുമ്പിന് ഭാഗത്ത് മാത്രമായിട്ട് ഏടി ഇങ്ങനെ പൊക്കിയിട്ടാണ് ഇരിക്കുന്നത്. ശരിക്കും ഇങ്ങനെയല്ല ഇരിക്കുക, ഇങ്ങനെ മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. പറ്റില്ല. അപ്പോൾ അതിനൊരു സ്പെഷ്യൽ ട്രെയിനിങ് ഇല്ലാതെ കൊണ്ട് ആൾക്കാർ ഇരിക്കാൻ പറ്റില്ല. 2 മിനിറ്റ് ഇരിക്കാൻ പറ്റില്ല. ഈ കളി തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ മണിക്കൂറുകൾ എടുക്കും. ആ സമയം വരെ അതേ പൊസിഷനിൽ ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് സോ ഈസി. ദാറ്റ് റിക്വയർസ് എ വെരി വെൽ ട്രെയിനിങ് ഓർ പ്രാക്ടീസ്. മനസ്സിലായില്ലേ? ചാഞ്ഞുകളി എന്ന് പറയുന്നത് അതേമാതിരി തന്നെയാണ്. ഒരു പ്രാവശ്യം കോലും മുട്ടും,
രണ്ടാൾക്കും കൊടുക്കും. ഒരു പ്രാവശ്യം കോല് മുട്ടും, വലത്ത് ഭാഗത്ത് നിലത്ത് മുട്ടി എടുത്ത് ഇതിന് മുട്ടി രണ്ടാൾക്കും കൊടുത്ത് പിന്നെയും മുട്ടി എടുത്തു ഭാഗത്ത്. അപ്പോൾ ആ പോകുന്നതിനനുസരിച്ച് പാട്ടിൻ്റെ സ്പീഡും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആദ്യം തുടങ്ങുമ്പോൾ വളരെ സ്ലോലി ആയിരിക്കും. മുട്ടി വലത്ത് വെച്ചു, മുട്ടി കൊടുത്തു, മുട്ടി ഇടത്ത് വെച്ചു, മുട്ടി രണ്ടുപേർക്ക് മുട്ടിച്ചു, പിന്നെയും മുട്ടി വലത്ത്. അപ്പൊ ഈ താളം കൂടി വരുന്നത് ഒരു ഗുരുനാഥൻ താളം കൂട്ടുകയാണോ? പാട്ടിന്റെ സ്പീഡിനനുസരിച്ച് തന്നെത്താനത് വരും. അത് ഗുരുനാഥൻ പാടും. ഈ 12 ഒരാൾ ഗുരുവായി ഒരാൾ പാടും. അത് ആ ഗുരുനാഥന്റെ സ്പീഡ് അനുസരിച്ച് എല്ലാവരും സ്പീഡ് കൂടിക്കൊണ്ടേ, കാരണം അവര് ഏറ്റു പാടുമല്ലോ. അപ്പൊ അതിനനുസരിച്ച് അത് മുന്നോട്ട് പോയി. ഇപ്പൊ വട്ടക്കളി, വട്ടക്കോൽ, ചാഞ്ഞകളി, പിന്നെ തെറ്റിക്കോൽ. ഒരു പ്രാവശ്യം ഇടത്തോട്ടും ഒരു പ്രാവശ്യം വലത്തും. തെറ്റിക്കോൽ ഇങ്ങനെ തെറ്റി അടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു കോല് നിലത്തടിക്കും, മറ്റേത് മറ്റേ ആൾക്ക്, പിന്നെ മുട്ടി ഈ കൈ തലത്ത് ഈ ആ തരത്തിലുള്ള സീക്വൻസിൽ പോകും. അത് കുറച്ചങ്ങോട്ട് ആകുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്നിട്ട് ഇതേ ഇതിൽ കളിച്ചുകൊണ്ട് മൂവ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് ഈ താളം പറഞ്ഞിട്ട് ഇരിക്കും അവര് കറക്റ്റായിട്ട്. ആ താളമായാലും ഇമ്പോർട്ടൻറ്റ്. നാലാമത്തെ തെറ്റിക്കോലും വട്ടക്കോലുമാണ്. ആദ്യത്തെ വട്ടക്കോലും, പിന്നെ ആദ്യത്തെ വട്ടക്കോല്, പിന്നത്തെ ചാഞ്ഞുകളി, പിന്നെ തെറ്റിക്കോല്. നാലാമത്തത് തെറ്റിക്കോലും വട്ടക്കോലും എന്ന് പറയാം. ആ വട്ടക്കോല് എന്ന് പറഞ്ഞാൽ ജോയിൻ ചെയ്തിട്ടുള്ളതാണ്. ഒരു ഭാഗത്ത് തെറ്റിക്കോലായിട്ട് പോകും, ഇപ്പുറത്തെ ഭാഗത്ത് രണ്ടു കൊണ്ട് ഒന്നിച്ചിട്ട് അടിക്കുക എന്നുള്ളതാണ് പരിപാടി. അഞ്ചാമത്തതോ? ഇപ്പൊ 4 എഴുന്നേറ്റ് ഈ കളി നടന്നുകൊണ്ടിരിക്കുമ്പം അതിന്റെ തുടർച്ചയായിട്ട് ആ 5ാമത്തേത് മാറുക. ആള് എഴുന്നേൽക്കും. ഇതിങ്ങനെ തെറ്റിക്കോലും വട്ടക്കോലും കളിച്ചോണ്ട് അന്നേരം പറയും ദാമുൾ ചൊറഞ്ഞളി വാ എന്ന് പറയും. ചൊറഞ്ഞ് കളിക്കുക എന്നുള്ളത്. അപ്പൊ ഈ കൂച്ചുണ്ടല്ല, അവരെ ഇങ്ങനെ വട്ടം വന്നിട്ട് ഇപ്പുറത്തെ ആൾക്ക് കൊടുക്കും, ഇവന് കൊടുത്തും, പുറത്തേക്ക് കൂടി പോയി അപ്പുറത്തെ ആൾക്ക് കൊടുക്കും, ഉള്ളിലേക്ക് കൂടി വരുമ്പോൾ ഇവന് പൂച്ചന്, പിന്നെ ഇപ്പുറത്ത് ഇങ്ങനെ ഒരാളെ ഇങ്ങനെ ചൊറഞ്ഞു കൊണ്ടുപോയി. അപ്പൊ ഈ 5 കളിയും ഒരേ അവതരണത്തില് മാറി വരും. അപ്പൊ ഇതില് പാടുന്ന പാട്ടുകൾ എല്ലാം വ്യത്യാസമുണ്ട്. അതായത് വട്ടക്കോൽ എന്ന് പറയുമ്പോൾ ഒരു തരം പാട്ട്, അതിന് പ്രത്യേക ലിറിക്സ് ഉണ്ടാവും. അതിന് പ്രത്യേക അതൊന്ന് പാടി തരാമോ സാർ? കോല് വെച്ചിട്ട് ഇവിടെ പിടിക്കുമ്പോ ഇങ്ങനെ പിടിച്ചു, ഇങ്ങനെ പിടിക്കുന്നത് ഞാൻ ഇങ്ങനെ പിടിക്കുന്നു. ഇയാൾക്ക് അടിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചു കൊടുക്കും, കൂട്ടുകാരൻ ഇങ്ങനെ അടിക്കാൻ. അപ്പൊ എനിക്ക് കിട്ടുന്നത് ഇങ്ങനെ ആയിരിക്കും, അടിക്കാൻ പറ്റും. ഇപ്പുറത്തെ ആൾക്കാർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഈ കൈ കൊണ്ട് ഇങ്ങനെ അടിക്കും. തെറ്റിക്കോലും വട്ടക്കോലും എന്നല്ല, തെറ്റിക്കോലും പൂട്ടുകോലും എന്നാണ്. പൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഇങ്ങനെ തെറ്റിക്കോലും ഈ സൈഡില് ഇങ്ങനെ കൊടുക്കുന്നതൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ഞാൻ ഇങ്ങനെ അടിക്കും, അയാൾ ഇങ്ങനെ പിടിച്ചു. ഇങ്ങനെ പിടിച്ചപ്പോ അടി കൊടുക്കും. അതാ തെറ്റിക്കോലും പൂട്ടുകോലും രണ്ടും കൂടി പൂട്ടിക്കൊടുക്കുക. ഇവിടെ തെറ്റിക്കോല് അതിൽ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്താണ് ചൊറഞ്ഞ കളി. എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് ചൊറഞ്ഞ. അപ്പൊ അവരെന്റെ പൂച്ചിന് ഇങ്ങനെ ചുറ്റും വന്നു. അപ്പൊ ഈ 5 വിവിധ 5 ഒരേ താളമായിരിക്കും? അല്ലല്ല, എല്ലാത്തിനും വ്യത്യാസം. പാട്ടിന്റെ രീതി വ്യത്യാസം, താളം ഒന്ന് തന്നെയല്ലേ? അല്ല, തക്കിട്ട ഏതാണ്? ഓരോന്നിനും വ്യത്യാസം. ഇപ്പൊ ഞാൻ ആദ്യത്തേന് എന്ന് പറഞ്ഞിട്ടാണ് അത് ഇടയ്ക്ക് നിർത്തിയിട്ട് അവിടെ നിർത്തും. പിന്നെ അടുത്ത വരിച്ച് പാടും, ആൾക്കാർ പാടിക്കൊണ്ടിരിക്കും. തീരുന്ന സമയത്താണ് പിന്നെ തകതത്തില്ല തെയ്താം ആൾക്കാരവിടെ നിർത്തിക്കും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കൊല്ലം മുമ്പിട്ട് പഠിച്ച് ഇപ്പൊ എനിക്ക് ഒരു ടീമിനെ മാത്രമേ കുറച്ച് പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഇതില്ലാണ്ടായി പോകല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കുട്ടികളെ വിളിച്ചത്. ആ ക്വസ്റ്റ്യനിലേക്ക് വരായിരുന്നു സാറേ. ഇപ്പൊ കളിക്കാൻ കുട്ടികളില്ല. പഠിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാരും ഇല്ല. അപ്പൊ കൈമോശം ഇവരുടെ നമ്മളെ ദാമരേട്ടൻ ഏട്ടനില്ലേ, അപ്പൊ കുട്ടിയേട്ടൻ, അവരൊക്കെ ഒന്ന് കോൽക്കളിയുടെ മാഷന്മാർ. കൈമോശം വന്നുകൊണ്ടിരിക്കുകയാണോ? ഇപ്പൊ ആർക്കും അറിയുന്നില്ല, ആൾക്കാർക്ക് അറിയില്ല. അപ്പൊ അതിന് കൈമോശം വരാതിരിക്കാൻ വേണ്ടിട്ട് എന്താ ആരോഗ്യമായിട്ട് മുന്നോട്ട് വരണം. ഞാനിപ്പോ മുന്നോട്ട് ഇറങ്ങി വിചാരിക്കാം. എനിക്ക് കുട്ടികളുടെ സപ്പോർട്ട് കിട്ടണം, പാരന്റ്സിന് എടുക്കുന്നു. എന്റെ മകനും പഠിക്കണം. അയ്യോ കൃഷ്ണേട്ട ഇങ്ങോട്ട് വരില്ല, അവര് പരീക്ഷ അടുത്ത മാസം അനങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കുടിക്കുന്നു.
സാർ ഇതിൽ പറയുന്ന കഥ ഏത് പുരാണ കഥയാണോ ഈ പാട്ട്? പുരാണ കഥയിലാണ് എല്ലാവരും വരിക. പരമേശ്വരൻ്റെതാണുണ്ടാവും, പരമേശ്വരൻ്റെ പാട്ടാണുണ്ടാവും. മിക്ക കോൽക്കളി പാട്ടിലും പരമേശ്വരന്റെ. മറ്റേ പൂരക്കളിയിലെല്ലാം നാരായണൻ, വിഷ്ണുവിൻ്റെ വിഷ്ണുവിൻ്റെ രണ്ട് വ്യത്യാസമുണ്ട്. മഹേശൻ അങ്ങനെയാണ്. വിഷ്ണുവിൻ്റെത് ഇതിൽ മഹേശ്വരൻ, അതായത് കാലകാലൻ പരമേശൻ ഗടാരൂപം ധരിച്ചൊരു കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുൽഫോ എന്ന് പറയും. എന്താണ് മുൽഫോ? മലയാളിയാണോ? അതെ അതെ അതെ, മുന്നിൽ പോന്നാണ് അതിന്റെ ഇത്. പക്ഷെ അവിടെ പറയുമ്പോ മുൽഫോ പോ എന്നാ പറയാ. മൂന്നാളെ ക്രോസ് ചെയ്തിട്ട് അപ്പുറത്ത് പോയിട്ട് തിരിച്ചു വരണം. അതാണ് അതിന്റെ സിഗ്നലാണ്. അത് സിഗ്നലാണ്. യെസ്, തുറഞ്ഞളി കളിച്ചുകൊണ്ടിരിക്കുമ്പോ ബാ മുൽഫോ പോ എന്ന് പറയുമ്പോ നേരെ മൂന്നാളെ അങ്ങോട്ട്, അത് വളരെ സ്പീഡിൽ പോയി എല്ലാരും പോകും. അവർക്ക് എല്ലാം സീക്വൻസ് അറിയാം. എല്ലാരും അവിടെ പോയി മൂന്നാമത്തെ ആൾക്ക് കൊടുത്തിട്ട് തിരിച്ചു ഇവിടത്തേക്ക് വരും. അതിന് കുറച്ച് ഒരു സ്പീഡ് ഓഫ് ആക്ഷൻ, അത് ഒരു മസ്റ്റാണ്. അപ്പൊ ഒരു പെർഫോമൻസ് തുടങ്ങി കഴിഞ്ഞാൽ ഈ അത് ദാറ്റ് ഡിപ്പെൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കളി അരമണിക്കൂർ എടുത്ത് കോൽക്കളിക്ക് ടൈം എന്ന് പറഞ്ഞാൽ ഈ 5 കളിനെ നമ്മൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ട് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. 3/4 മണിക്കൂറോന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പാട്ട് നീട്ടിയിട്ട് അതിനെ പിന്നെയും കൊണ്ടുപോകും. അത് പൂരക്കളിയിലും അങ്ങനെ തന്നെയാണ്. എല്ലാ പാട്ടും പാടുന്ന ഒരു കളി എവിടെയും കളിക്കില്ല. കാരണം ഇറ്റ് റിക്വയർസ് എ ലോട്ട് ഓഫ് ടൈം ടു കംപ്ലീറ്റ് വൺ പ്ലേ. അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് കളിച്ച് തീർക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആൾക്കാർ ടയർഡായി പോകും. അത്ര നേരം കളിക്കുമ്പോഴേക്കും അവർക്ക് ലാസ്റ്റിൽ കളി കളിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുറച്ച് എടുത്തിട്ട് ഓരോ പ്രാവശ്യം നിൽക്കും. ഈ പാട്ട് പാടുന്നത് ഒരു ലീഡ് ചെയ്യുന്ന ഒരാൾ പാടും, അത് മറ്റൊരു ഏറ്റവും പാടും. അതെല്ലാം ബൈഹാർട്ടായിരിക്കും എല്ലാവരും. മറ്റുള്ള കൂട്ടർക്ക് ഇയാള് പാടുന്ന സമയത്ത് അത് കേട്ടിട്ട് പാടാൻ പറ്റും. അതായത് ഈ പാടുന്ന ആള് അല്ല, അവർ ഇപ്പൊ ടീമായിട്ട് കളിക്കുന്ന സമയത്ത് ഒരു 10 ദിവസം പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും അവർക്കെല്ലാം പാട്ട് ബൈഹാർട്ടാവും. നോ പ്രോബ്ലം, അവരത് ഏറ്റു പാടിക്കോളും കറക്റ്റായിട്ട്. കാരണം പാട്ടില്ലെങ്കിൽ കളി കറക്റ്റ് കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാവരും പാടണം. എല്ലാവരും പാടിക്കഴിഞ്ഞെങ്കിലേ കളീനെ കറക്റ്റ് കൊണ്ടുപോകും. അപ്പോഴേ ആ കളീൻ്റെ ആ ഒരു ഇമ്പ്രഷൻ വരുള്ളൂ കാണുകൾക്കും. യെസ്, ഇങ്ങനെയുള്ള പരിപാടി. മുമ്പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ കളിക്കലുണ്ടായിരുന്നു. ഇവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കുമായിരുന്നു. സ്കൂളിൽ നിന്നാണ് ഞാനൊക്കെ പഠിച്ചിരുന്നത്. അന്നേരത്തെ ആദ്യമായിട്ട് വാർഷികോത്സവമൊക്കെ നടക്കുന്ന സമയത്ത് കോൽക്കളി ഒക്കെ ഉണ്ട്. ഞങ്ങൾ പഠിച്ചൊരു 10-12 ആൾക്കാർ. സ്കൂളിൽ പാഠ്യവിഷയമായിട്ടുണ്ടായിരുന്നു കോൽക്കളി? ഇല്ല, പാഠ്യവിഷയമായിട്ട് എപ്പോഴും പൂരക്കളിയോ കോൽക്കളിയോ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അതിനുള്ള വല്ല അവസരമുണ്ടോ? ഇപ്പോഴും തീരെയില്ല. അല്ല, ഗവൺമെന്റിന്റെ കേരള. അപ്പൊ അതിലൂടെ ഈ കോൽക്കളിയൊക്കെ മുന്നോട്ട് പോയിട്ട് ആരെയും കുട്ടികളതിന് തയ്യാറാവുന്നില്ലല്ലോ. അങ്ങനെയാണ് ചോദിച്ചത്. അവർ ഇതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് മുന്നോട്ട് വരുമായിരുന്നു. അവരിപ്പം പരിശ്രമിച്ചത് പൂരക്കളിക്ക് മാത്രം. കോൽക്കളിയില്ല. കോൽക്കളി അവര് ഇല്ല. ഞാനത് കേട്ടിട്ടില്ല. അവരൊക്കെ ഉണ്ട് പരിപാടി. പക്ഷെ അതിന് ആൾക്കാർ മുന്നോട്ട് വന്നിട്ട് പഠിപ്പിക്കാൻ ആളുണ്ടെങ്കിലേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഉണ്ടെന്ന് പറഞ്ഞ സംഗതി നടക്കും. അങ്ങനെയാണ് ചോദിച്ചത്. അവരുടെ അതിന്റെ രണ്ടും. അപ്പൊ അത് അന്യം നിന്ന് പോകാതെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിന് ഒരു ഉയർച്ചയില്ല. ഇല്ല. ഈ എല്ലാത്തിനും ഉയർച്ച ഉണ്ടാവണമെങ്കിൽ അത് ഫോളോ ചെയ്യാൻ കുറേ ചെറുപ്പക്കാർ, കുട്ടികൾ, എല്ലാവരും പേരൻസ് കുട്ടികളെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു മാനസിക സ്ഥിതി ഉണ്ടാവണം. ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതിയിൽ ഏത് കുട്ടീനെയാ വിടുക ഇങ്ങനത്തെ പരിപാടിക്ക്? ഒരാളെയും വിടില്ല, ഒരാളെയും കിട്ടൂല. അയ്യോ, കൃഷ്ണട്ടാടുന്നൊരു പരിപാടി നിന്നപ്പോൾ അത് ശിവന്റെ പാട്ടൊക്കെയാണ്. പിള്ളേരെ വിടാൻ പറ്റില്ല. നമുക്ക് ദൈവവിശ്വാസമില്ല. പിന്നെ അവിടുത്തെ എങ്ങനെ വിടുക? എക്സാക്ട്ലി അങ്ങനെയാണ് ആൾക്കാർ പറയുന്നത്. ഇങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അയ്യോ, കുട്ടികൾക്ക് പരീക്ഷ നടത്തുക കൃഷ്ണട്ടാ, അയ്യോ അത് പറ്റൂല. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചോ. ഇപ്പൊ ദൈവം ഉള്ളതും ഉണ്ടല്ലോ ഇവർക്കൊന്നും അതിനകത്ത് ഇഷ്ടമില്ലാത്ത. വാട്ട് ഈസ് ദൈവം? എന്തായാലും പേര് പറഞ്ഞ ദൈവമായി. ഞാൻ പറഞ്ഞു സാറേ, ഞാൻ ആ ചോദ്യത്തിലേക്ക് ഈ വരികളിലാണല്ലോ ദൈവങ്ങളൊക്കെ കിടക്കുന്നത്. ഈ വരികൾ മാറ്റിയിട്ട് അക്ഷരങ്ങൾ, ഈ വരികൾ മാറ്റിക്കഴിഞ്ഞാൽ പൊതുവായിട്ടുള്ള അക്സെപ്റ്റബിൾ ആയിട്ടുള്ള വരികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ വരവ് കൂടുന്നു. വാട്ട് എക്സാമ്പിൾ യു ക്യാൻ ഗിവ് ഫോർ ദാറ്റ്? അതായത് സമകാലീനമായിട്ടുള്ള ഏതെങ്കിലും ഒരു സബ്ജക്ട് എടുത്തിട്ട് ഏത് സബ്ജക്ട് നേച്ചറിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നേച്ചർ ആണ്. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഞാൻ ക്വസ്റ്റ്യൻ നേച്ചർ മാത്രമാണ് സബ്ജക്ട്. പരമേശ്വരനില്ല, കൃഷ്ണനില്ല, നാരായണനില്ല, ആരുമില്ല, ബുദ്ധനുമില്ല, ആരുമില്ല, നബിയില്ല, ക്രിസ്തുവില്ല, ഒന്നുമില്ല. പ്രകൃതി ആണ് സബ്ജക്റ്റ്. എന്താ ഈ കുട്ടികളൊക്കെ പറയാൻ തയ്യാറാവില്ല? ഇല്ല, പാരന്റ്സ് വിടാൻ തയ്യാറാവില്ല. അതെന്താ? അതുകൊണ്ടാണ്
എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർക്ക് അതിനെപ്പറ്റിയുള്ള ഒരു കൺസെപ്റ്റ് അറിയില്ല. അവർക്ക് അറിയാമെങ്കിലല്ലേ കുട്ടികളോട് പറയാൻ പറ്റുള്ളൂ, ഏടോ ഇന്നതാ പഠിക്കേണ്ടത്, നിങ്ങൾ പോണം അവിടെ എന്നുള്ളത്. കൺസെപ്റ്റ് പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ പറഞ്ഞു പറ്റും, പറഞ്ഞു അത് സ്കൂളിൽ നിന്നോ എവിടുന്നോ അവർക്ക്, അല്ലെങ്കിൽ വേണ്ട സ്കൂളിൽ വേണ്ട വീട്ടിൽ പാരൻസ് അവർക്ക് പറഞ്ഞു കൊടുത്താൽ അവരത് അക്സെപ്റ്റ് ചെയ്യും. അവരാണ് ദ ബെസ്റ്റ് ടീച്ചേഴ്സ് ഇൻ ദ വേൾഡ്. ഞാൻ എന്തുകൊണ്ടാണ് സാറേ പറയുന്നത്, ഇപ്പൊ പല പാട്ടുകളിൽ ദൈവങ്ങളുടെ പദങ്ങൾ വരുന്നു. ഇപ്പൊ അതൊക്കെ മാറ്റിയിട്ട് ഇപ്പോഴത്തെ സമകാലീന പ്രശ്നങ്ങൾ വരുന്ന ഓട്ടംതുള്ളലില് ഒരുപാട് സമകാലീന പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അതിപ്പോ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം നോക്കേണ്ട കാര്യമില്ല, ആരും അത് അവതരിപ്പിക്കും. ഇപ്പൊ കോൽക്കളിയില് ഇങ്ങനെ ഒരു സങ്കേതം ഉണ്ടാവാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഞാനിപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് ആ ഓണത്തിനെ പറ്റിയിട്ട് എഴുതുന്നത്, അല്ലെ പ്രകൃതിനെ പറ്റി എഴുതുന്നത്, അല്ലെങ്കിൽ ഓരോ ദേശത്തിനെ പറ്റി എഴുതുന്നത്, കേരളത്തിനെ പറ്റി പാടിപ്പോഴുന്ന സമയത്ത് അത് കേരളീയരിൽ മാത്രം ഒതുങ്ങി നിൽക്കും. ഞാൻ ഉദാഹരണം പറഞ്ഞാണ് അതാണ് ഞാൻ നമ്മുടെ പ്രകൃതി ആകുമ്പോഴേ അല്ല, നിങ്ങൾ പ്രകൃതി എന്ന് പറഞ്ഞാല് ദ നേച്ചർ ഓഫ് ദിസ് കേരള ഈ സെയിം ആസ് ദാറ്റ് ഓഫ് ദ നേച്ചർ ഓഫ് തമിഴ്നാട്. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് മുസ്ലിം കുട്ടികൾക്ക്, അന്യ മതസ്ഥർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മാർഗം സാർ. അല്ലല്ല, പൂരക്കളിയിൽ മുസ്ലിം കുട്ടികളുണ്ട്, ഉണ്ട്. ഈ സ്കൂളിൽ വന്നതിന് ശേഷം അതിൽ മുസ്ലിം കുട്ടികൾ കളിക്കുന്നുണ്ട്, അവരായിട്ട് പൂരക്കളി കളിക്കുന്നുണ്ട്, ഉണ്ട്. പക്ഷെ അതിൽ അത് അവര് മുസ്ലിം കുട്ടികൾ പൂരക്കളിക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ഒരു ഏരിയയിലുള്ള കുട്ടികൾ മാത്രം വരും. അതേ സമയത്ത് അതിൻ്റെ ഒരു പ്രാഗൽഭ്യം വരുമോ എന്നുള്ള സംശയത്തിൽ വരുമ്പോഴാണ് അവിടെ മറ്റേന്നാ ഒപ്പന മറ്റേതെന്ന് പറഞ്ഞാൽ ഞങ്ങളത് വേണം ഇതിന് കോമ്പീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടില്ലേ ആ പരിപാടി വെച്ചിട്ട്, അല്ലേ? അതല്ലേ അതിൻ്റെ അതിൻ്റെ പിക്ചർ അതല്ലേ? യെസ്, ഇവരുടെ കളി വരുന്ന സമയത്ത് നമ്മളെ വകയായിട്ട് ഒരു കളി വേണം, നമ്മളെ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ കളി കളിക്കണം. അപ്പോൾ മാർഗം കളി വേണം, അവർക്ക് വേറെ തന്നെ ഡ്രസ്സ്, അവർ കളിക്കുന്നത് വേറെ തരം. കളിക്കുന്നത് ഹിന്ദു കുട്ടികളും ഉണ്ടാവും. ഇല്ല, അങ്ങനെയാണല്ലോ മതസൗഹാർദ്ദം നമ്മൾ കൊണ്ടുപോകാൻ പറ്റും. മതത്തിനെ പറ്റി ആദ്യം ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം, എന്നാലേ സൗഹാർദ്ദം ഉണ്ടാവും. മതത്തിലൂടെ സഞ്ചരിക്കാം, മതത്തിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് ഒരു കിട്ടില്ല. സംഗീതം ഈസ് ദ ബെസ്റ്റ് മതം ഇൻ ദ വേൾഡ്. എവരിബഡി വിൽ ബി അക്സെപ്റ്റിംഗ് ദാറ്റ് വൺ. ബട്ട് ദാറ്റ് സംഗീതം ഹാസ് ഗോട്ട് ദ സ്പെഷ്യാലിറ്റി ഫോർ എവരി റീജിയൻ ആൻഡ് കൺട്രി. ബേസിക്കലി ഓരോ റീജിയനും കൺട്രിക്കും വ്യത്യാസമായിട്ടുണ്ട്. അവരവരുടെ ഭാഷയിലാണ് അത് പാടുക. ഇല്ല, നമ്മൾ പാടുന്നില്ല. വന്ദേ മാതരം എന്നുള്ളൊരു പാട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഏത് ലാംഗ്വേജിലാക്കുമ്പോൾ ജന്മനാട്ടിനെ നമസ്കരിക്കുന്നേ പറഞ്ഞിട്ടില്ല അല്ലേ? അപ്പൊ വന്ദേ മാതരം ഭാരതീയന്റെ അത് നമ്മൾ പാടില്ലാതെ ഇവിടെയില്ല കുട്ടികൾ പറഞ്ഞാൽ വാട്ട് ഇറ്റ് മീൻസ്, വൈ തന്നെയാണ് പ്രശ്നം പറ്റുന്നത്. ആ തെറ്റിദ്ധാരണ നമുക്ക് നീക്കാനും പറ്റില്ല പെട്ടെന്നൊന്നും. സാറേ, ഈ കോലിനെ പറ്റി ഇത് സാധാരണ ഉണ്ടാക്കുന്ന ഏത് അതിനാണ് ഈ ഒച്ച കൂടുതൽ, ശബ്ദം കൂടുതൽ, ഉറപ്പം കൂടുതൽ, ഇതിനെ കൊണ്ടുണ്ടാക്കാം. കാര എന്നാ പറയാ, മുള്ളുള്ളത്. അപ്പൊ ഇതിന്റെ അതുകൊണ്ടാണ് ഇതിന്റെ ശബ്ദം ഉറപ്പ് കൂടുതൽ. എല്ലാവരും ഉപയോഗിക്കുന്ന കാരമരത്തിന്റെ ആയിരിക്കും ഒരു ഗ്രൂപ്പിലുള്ളവർ. അത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് 12 എണ്ണം ഇങ്ങനെ സെറ്റാക്കി തന്നെ ഉണ്ടാക്കി വെക്കും, ഒരേ കുട്ടികൾ കൊടുത്താൽ എല്ലാ രീതിയിലല്ലേ. ഇതിനെക്കാട്ട് കുറച്ചുകൂടി വണ്ണം ഉണ്ടാവും ആക്ച്വലി, കാരണം ആ തളയിട്ട് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കണം, കുറച്ചും കൂടി വരുന്നുണ്ട്. ഇതിന്റെ നീളത്തിന് എന്തെങ്കിലും നിയമമുണ്ടോ? ഇത് ഒരടിയാന്ന് പറയുന്നത്. ഒരടി ഇവിടുന്ന് ഇവിടത്തെ 12 ഇഞ്ച് ഇത് പിടിച്ചാ 12 ഇഞ്ച് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട്. ഇത് നമുക്ക് അടിക്കാൻ വേണ്ടി കിട്ടണം. ഇപ്പം ചെറിയ കുട്ടി ചെയ്യുന്നവരുണ്ടാകുമ്പോൾ അവർക്ക് വലിയ പ്രശ്നമാണ് അത് പിടിക്കാൻ. ചെറുതുണ്ടാക്കണം, ഉണ്ടാക്കിയേ പറ്റും. വണ്ണവും കുറവായിട്ടുണ്ട്. വീടിന് പെൺകുട്ടികളൊക്കെ കളിക്കുന്ന സമയത്ത് അവർക്കായിട്ട് പോലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവർക്കത് ചെറിയ കുട്ടികളെ 1, 2-ാം ക്ലാസ്സും 3-ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരേ നീളത്തിലെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ക്ഷേത്രത്തിൽ തുടങ്ങിയാണ്. ക്ഷേത്രം അന്ന് ആൾക്കാരുടെ കൂടുതൽ കൂട്ടായ്മ ഉണ്ടാകുന്നത് ക്ഷേത്രത്തിലാണ്. അതുകൊണ്ടാണ് അത് ക്ഷേത്രത്തിനെ ചുറ്റിപ്പറ്റി തുടങ്ങിയത്. അതെങ്ങനെ, കാവുകളിലാണോ അതോ മറ്റുള്ള ക്ഷേത്രത്തിലാണോ? കാവുകളിൽ മാത്രമല്ല, കാവുകളിലാണ്. കാവുകളിൽ കൂടുതൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ കാവിനെ കേന്ദ്രീകരിച്ച് ഒരു പ്രത്യേക ജനവിഭാഗമായിരിക്കും. നമ്മൾ പറയുന്നില്ല ഇപ്പോഴത്തെ ജാതി. ഉദയപുരം ക്ഷേത്രം തീയന്മാരാണ് അവിടെ ഉണ്ടാവുക. ഇവിടെ കക്കറ ഭഗവതി ക്ഷേത്രം, അവിടെ ആശാരിമാരാണുള്ളത്. ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ കൊല്ലൻ സമുദായത്തിലുള്ള ആൾക്കാരാണ് ഉള്ളത്. പക്ഷേ ഇത് എല്ലാവർക്കും സ്വീകാര്യം. എല്ലാവരും ഒന്നിച്ച് കളിക്കുമ്പോൾ എല്ലാവരും ഒന്നിച്ചിട്ടാണ് എടുക്കുക. എത്ര താളങ്ങളുണ്ടെന്ന് പറഞ്ഞ കോൽക്കളിയിൽ നേരത്തെ പാടിയ ഒരു താളം? ഒരു താളല്ല, അത് നമ്മളിപ്പോൾ 5-6 പറഞ്ഞില്ലേ ഞാൻ.
കളി അത് കളികൾ കളികൾ അതിലെല്ലാം ഓരോ താളല്ലേ ഉള്ളൂ. ഈ എല്ലാ താളും എല്ലാവരും ഇല്ല. അതിന് ചൊല്ല് 5 ഡിഫറെന്റ് ആയിട്ടുള്ള ഡിഫറെന്റ് ചൊല്ല് വ്യത്യസ്ത ചൊല്ലുകളാണ്. പാട്ടുകളൊക്കെ വ്യത്യാസം. അത് സ്റ്റോപ്പ് ചെയ്യുന്നതൊക്കെ ഒരുപോലെയുണ്ട്. തിത്ത അത് അതിന്റെ സ്റ്റോപ്പിംഗ് ഒന്നാണ്. അതിന്റെ താളത്തിന്റെ കൺക്ലൂഡിംഗ് പാർട്ട് അതാണ്. അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ വ്യത്യാസമുണ്ട്. ഓരോ കളിയിലും വ്യത്യാസമുണ്ട്. കാരണം എന്നാലേ അതിനനുസരിച്ചിട്ട് അതിനെ പാടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ താളം തെറ്റിപ്പോ ഒന്നും എടുക്കാൻ പറ്റില്ല. രാഗങ്ങൾ വല്ലതും ഉപയോഗിക്കാറുണ്ടോ ഈ പാട്ടുകളിൽ? ഇല്ല ഇല്ല ഉള്ളതായിട്ട് അങ്ങനെ അങ്ങോട്ട് പാടുവാണ്. അത്രയും രാഗ ബേസ്ഡ് അല്ല ബേസ്ഡ് ആയിരിക്കാം. അതാ ഞാൻ പറഞ്ഞ ആധികാരികത എനിക്കില്ല. പക്ഷെ ഈ പൂരക്കളിയിൽ രാഗ ബേസ്ഡ് ആണ്. എല്ലാത്തിനും ഒരു മലഹരി ആഹരി ഹൈന്ദീരവി അങ്ങനെ പറഞ്ഞിട്ട് ചില മുസ്ലിങ്ങൾ കോൽക്കളി കളിക്കാറ്. അവർക്ക് ഇതേ കളിയുണ്ട്. അവർക്ക് അവരുടെ പാട്ടുകൾ ഏതാണ്? വ്യത്യാസം. ഏത് പാട്ടുകൾ? അവര് അറബി പാട്ടുകൾ കൺക്ലൂഡ് ചെയ്യണം. നിർത്തുന്ന സമയത്ത് കൺക്ലൂഡ് ചെയ്യണം. ഈ തൊഴുത് വെച്ചിട്ടാണ് അതിങ്ങനെ പിടിച്ചിട്ട് കാണിക്കണമെങ്കിൽ ഞാൻ എനിക്കത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് പൊട്ടിട്ട് ഇതിനകത്ത് മനസ്സിലായില്ലേ? അന്നേരത്ത് 2 സ്റ്റെപ്പ് മുന്നോട്ട് പോകും. എന്നിട്ട് ഇതിനെടുത്ത് നോക്കി പൊട്ടി നിലത്ത് മുട്ടിച്ചിട്ട് അങ്ങനെ ഒരു തൊഴുതിട്ടേ ഇതിനെ അവസാനിപ്പിക്കും. അപ്പോൾ അങ്ങനെ തുടങ്ങുന്ന സമയത്തും ആ തൊഴുതിട്ട് കോൽക്കളിക്ക് പ്രത്യേക തുഴലാന്ന്, അതേമാതിരി പൂരക്കളിക്ക് പ്രത്യേക തുഴലുണ്ട്. ആ തുഴൽ നടത്തുമ്പോഴേക്ക് തന്നെ ബോഡി അങ്ങ് ചൂടാവും. അങ്ങനെയുള്ളൊരു പരിപാടിയാണ് ഇതിൽ രണ്ടെണ്ണത്തിലുള്ളത്. അപ്പോൾ ആദ്യം എല്ലാവരും വന്ന് നിന്ന് വിളക്ക് കത്തിച്ച് വെച്ചു തുഴൽ പിടിച്ചിട്ട് എങ്ങനെയാണ് തുഴണ്ട് ആ സ്റ്റെപ്പ് പറഞ്ഞു കൊടുത്ത് അതേമാതിരി അവർ ചെയ്ത് ഇരുന്നിട്ടും അവിടെ ഉണ്ട് ആക്ഷൻ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വിളക്കിനെ തൊട്ട് തലയിൽ വെച്ചിട്ടാണ് പിന്നെ കളി തുടങ്ങുക. ഭക്തിയോടെ എല്ലാറ്റിലും ഒരു ഭക്തി അതിൽ ഇൻവോൾവ് ആണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഭക്തി എന്ന് പറഞ്ഞാൽ ഒരു അനുസരണശീലം, ഒരു ഡിസിപ്ലിൻ വളർത്തിയെടുക്കലാണ്, മറ്റൊന്നുമില്ല അതിൻ്റെ അർത്ഥത്തിൽ. കാരണം ഈ വരും തലമുറയോട് എന്താണ് പറയാൻ ഈ ഡിസിപ്ലിനെ പറ്റി എന്താണ് പറയാൻ? ഇപ്പം എനിക്ക് പറയാനേ ഒരു തരത്തിലും മടുപ്പ. കാരണം ഞാൻ പരിഹാര സ്കൂളിൽ പോയിട്ട് പറഞ്ഞു, ഇനി 1 hour എപ്പോഴും നിങ്ങളൊരു മീറ്റിംഗ് കൊടുത്തിട്ട് 1 hour എനിക്കൊരു സമയം താ. ഞാൻ ഈ കുട്ടികൾക്ക് ഇങ്ങനെ പട്ടാളത്തിൽ പോകുന്ന കാര്യം എന്നാന്ന് പട്ടാളം അവരെന്താ ആവശ്യപ്പെടുന്നതെന്നും നിങ്ങൾക്ക് എന്താ ബെനിഫിറ്റ്സ് ഉള്ളത് എന്നുള്ളതൊക്കെ ആ രാജ്യസ്നേഹത്തിൻ്റെ കുട്ടികളെ സ്കൂളുകളിൽ നമ്മൾ അടുത്തുള്ളൊരു ഹെഡ് മാഷാണ്. ഞാൻ പറഞ്ഞു, മാഷ് നിങ്ങളെപ്പോഴും പറയുമ്പോൾ ഇതിനെപ്പറ്റി അതിനെക്കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഒരു 10ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുത്താൽ 12-ലാവുമ്പോഴേക്ക് അവൻ അതിന് തയ്യാറെടുക്കൂലും. നാളെ പരീക്ഷ കൂടുന്നുണ്ട്, ഇന്ന് വന്നു കഴിഞ്ഞാൽ തയ്യാറാവോ? ഇല്ല, അവർക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല അതിൽ. സംഗീത സഞ്ചാരി സംഗീത സഞ്ചാരി സംഗീത സഞ്ചാരി. സഞ്ചാരി സംഗീത സഞ്ചാരി സംഗീത സഞ്ചാരി.